ശ്രീ ജയരാജ് നോക്കൂ, എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവിടെ ഒരു നിയമവാഴ്ച ഉണ്ടല്ലോ, അരാജകത്വമല്ലല്ലോ, നിയമവാഴ്ചയുള്ള സ്റ്റേറ്റ് അല്ലേ കേരളം. ആ നിയമവാഴ്ചയുള്ള ഒരു സ്റ്റേറ്റിലാണ് പോലീസ് ഇങ്ങനെ ഒരു കൊലപാതകത്തെ ഫെസിലിറ്റേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ അങ്ങനെ പറയും. കാരണം ജാമ്യ വ്യവസ്ഥ അനുസരിച്ച് കൃത്യമായും ആ നെന്മാറ പഞ്ചായത്തിൽ കയറാൻ പാടില്ലാത്ത ഒരാൾ കയറി എന്ന് മാത്രമല്ല, ഈ കുറ്റകൃത്യം നടത്താൻ വേണ്ടി ഒരു വീട്ടിൽ തമ്പടിക്കുകയാണ്. ഈ കുറ്റകൃത്യം നടത്തിയ വീടിന്റെ തൊട്ടടുത്ത് ഇയാൾ അപകടകാരിയാണ്, ബെയിൽ കണ്ടീഷൻ ലംഘിച്ച് ഇവിടെ താമസിക്കുന്നു എന്ന് പരാതി കൊടുക്കുന്നു, ആവർത്തിച്ച് പരാതി കൊടുക്കുന്നു, നാട്ടുകാർ പരാതി കൊടുക്കുന്നു, പോലീസ് കയ്യും കെട്ടി ഉപദേശകന്റെ റോളിൽ ഇരിക്കുകയാണ്. എന്തിനാണ് ഇങ്ങനെ ഒരു പോലീസ് കേരളത്തിൽ, ശ്രീ ജയരാജ്? ഇത് മൂന്നും കൂടെ ചേർന്നെങ്കിൽ മാത്രമേ കൃത്യമായിട്ടുള്ള പ്രതികളെ ശിക്ഷിക്കാനും മറ്റു കാര്യങ്ങളിൽ ഇടപെടുത്താനും ഒക്കെ പറ്റത്തുള്ളൂ. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ വളരെ കുറ്റക്കാരനാണ്, ഇയാൾ പ്രശ്നക്കാരനാണ്, ഇയാൾ വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പ്രശ്നമുണ്ടാകും, ഇയാൾ പകയോടുകൂടി ജീവിക്കുന്ന ആളാണ്, ഇയാൾ ക്രമസമാധാന നിലയ്ക്ക് തകരാറുണ്ടാക്കും, ഇയാൾ സാക്ഷികളെ സ്വാധീനിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് കോടതിയിലേക്ക് ഇത് വീണ്ടും കൊടുത്തത്, ഇയാളുടെ ബെയിലപേക്ഷ തള്ളാൻ വേണ്ടിയിട്ടുള്ള. എന്നിട്ടും പക്ഷേ കോടതി ഇതിനെ ഓവർ റൂൾ ചെയ്തുകൊണ്ട് ഇയാൾക്ക് ജാമ്യം അനുവദിച്ചു. ആദ്യമേ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ കയറാൻ പാടില്ലെന്നായിരുന്നു, പിന്നെ പഞ്ചായത്തിൽ കയറാൻ പാടില്ലെന്നുള്ളതായിരുന്നു. ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട പോലീസിൻ്റെ പാളിച്ചയെന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യമേ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ നാട്ടിലെ പോലീസ് സംവിധാനത്തിൽ പ്രധാനമായിട്ടും ഈ ക്രൈം പ്രൊഫൈലിംഗ് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ക്രിമിനൽസിനെ പ്രൊഫൈൽ ചെയ്യുന്ന ഒരു സംവിധാനമില്ല. ബാക്കി എല്ലാ വിദേശ രാജ്യങ്ങളും ക്രിമിനൽ പ്രൊഫൈലിംഗ് ജനറൽ പ്രിൻസിപ്പിൾസ് ആണ്. ഇവിടെ സ്പെസിഫിക് ആയി നമ്മുടെ മുമ്പിലുള്ള ഉദാഹരണം എന്താണ്? കൊടും ക്രിമിനലായ ഒരാൾ, അയാൾക്ക് ജാമ്യം കിട്ടുന്നത് പഞ്ചായത്തിൽ പ്രവേശിക്കരുത് എന്ന കണ്ടീഷന്റെ അടിസ്ഥാനത്തിലാണ്. ആ കണ്ടീഷൻ അയാൾ വയലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലീസ് കോടതിയെ ഇക്കാര്യം അറിയിച്ച ബെയിൽ ക്യാൻസൽ ചെയ്ത് ജയിലിലേക്ക് അയക്കണം. അവിടെ പോലീസ് അറിയാതിരുന്നതാണെങ്കിൽ ഈ പറഞ്ഞ ക്രൈം പ്രൊഫൈലിംഗ് നടക്കാത്തത് കൊണ്ടാണെന്ന് വിചാരിക്കാം. അങ്ങനെയല്ലല്ലോ, ആവർത്തിച്ച് ഈ പോലീസിന് മുമ്പിൽ ഈ വിഷയം പോകുന്നു, നാട്ടുകാർ പരാതി പറയുന്നു, എന്നിട്ട് എന്തെടുക്കുകയായിരുന്നു ഇവർ? അതാണ് ഇവിടുത്തെ പ്രശ്നം. അഭിലാഷേ, ഞാനൊന്ന് പറഞ്ഞു പൂർത്തിയാക്കിക്കോട്ടെ. ഒരു സെക്കൻഡ് എനിക്ക് സമയം തരൂ. ഇതിനകത്തുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ കൃതി ഇയാളുടെ രീതികൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇയാൾക്ക് പാരനോയിഡ് ഡിസോർഡറും അതുപോലെ തന്നെ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡറും ഷെയ്ഡ്സ് ഓഫ് ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ളവരുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആരെയും മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും, ആരെയും കൺവിൻസ് ചെയ്യാൻ പറ്റും. നമ്മൾ കേട്ടിട്ടില്ലേ ചാൾസ് ശോഭരാജ് പോലെയുള്ള കേസുകൾ? ഇതെല്ലാം ക്ലാസിക് കേസ് ഓഫ് ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡറാണ്. അവർ വളരെ തന്മയത്വത്തോടു കൂടി താനൊരു പാവമാണെന്നും ഒരു കൊലപാതകം നടത്തിയാൽ പോലും കൊലപാതകയാണെന്ന് ധരിക്കാത്ത രീതിയിൽ അവതരിപ്പിക്കാനും കഴിയും. അതുകൊണ്ടാണ് പോലീസിന് മുമ്പിൽ ബെയിൽ കണ്ടീഷൻ ലംഘിച്ച ഒരാൾ അവിടെ നിന്ന് നിരന്തരം നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയിട്ടും അതിനെ അംഗീകരിക്കാതെ, അതിനെ ഒരു തരത്തിലും തടയാതെ എന്താണ് പോലീസ് അവിടെ ചെയ്തെന്നുള്ളത് ഞാൻ അങ്ങയിലേക്ക് വരാം. ഇപ്പോ നമുക്ക് ഈ അംഗീകരിക്കുന്നുണ്ട്. ശരി, ആവട്ടെ. അതിനെ ഡിഫെൻഡ് ചെയ്യാനല്ല ഞാനിത് പറയുന്നത്. അതിനെ ഡിഫെൻഡ് ചെയ്യാനല്ല ഇത് പറഞ്ഞത്. ഇത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എങ്ങനെയാണ് ഇടപെടേണ്ടത് അത് ഓവർ റൂൾ ചെയ്തത്. ഇയാൾ തിരുപ്പൂരേക്ക് പോയിക്കൊള്ളാം എന്ന് വാക്കാൽ ഉറപ്പ് നൽകിയത് ഇയാൾ സദുദ്ദേശത്തോടു കൂടി ആണെന്ന് ഈ മഹേന്ദ്ര സിംഗ് ധരിക്കുകയുണ്ടായി. പക്ഷെ അങ്ങനെയല്ല അയാൾ ചെയ്യേണ്ടത്. അങ്ങനെ ധാരണയുടെ അടിസ്ഥാനത്തിൽ പെരുമാറുന്നതല്ല നമ്മുടെ നിയമസിസ്റ്റം. ഞാൻ അങ്ങയിലേക്ക് വരാം, ദയവായി തുടരൂ, ഞാൻ അങ്ങയിലേക്ക് വരാം.